ഇന്നിപ്പോൾ സിമ്പിളായിട്ട് എന്തുണ്ടാക്കും ഇങ്ങനെ തിങ്ക് ചെയ്തിരിക്കുമ്പോഴാണ് മുന്നൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അത് ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഐസ്ക്രീമായി മാറി. അപ്പോൾ ഇതെങ്ങനെ ആയി എന്ന് അറിയണ്ടേ, നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മിൽക്ക്, പിന്നെ കൊക്കോ പൗഡർ, ഷുഗർ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബട്ടർ ക്രീം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ, കൊക്കോ പൗഡർ, പിന്നെ നമ്മളെടുത്ത് ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത്, ഞാൻ അവിടെ ന്യൂട്ടെല്ലാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോക്ലേറ്റ് ഉള്ളത് ആ ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ക്രീം രീതിയിലാക്കി ഒരു ക്രീം ടെക്സ്ചറിൽ ആക്കിയിട്ട് നമ്മളിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബിസ്ക്കറ്റായിട്ട് നമുക്കിത് നമ്മൾ ഈ മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച മിൽക്കാട്ടത് ഓരോന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കി വെച്ച ബട്ടർ ചോക്ലേറ്റ് ക്രീം ഉണ്ടല്ലോ, ഇത് ഈ ബിസ്ക്കറ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ബട്ടർ പേപ്പറിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് 2-3 hours എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക. സോ ആഫ്റ്റർ 4 hours അവർ റെസിപ്പി ഈസ് റെഡി. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി കാണാൻ പറ്റുക. ഇത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കുട്ടികൾക്കായിരിക്കും ഒന്നും കൂടി ഇഷ്ടപ്പെടുക. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ലുക്ക് തോന്നില്ല, പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ലുക്ക് തോന്നുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അവർക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് ബിസ്ക്കറ്റ് ലവേഴ്സ്, ഈ മധുരമൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.